ഹായ് ഫ്രണ്ട്സ്, ട്രേസ് ആൻഡ് ടേസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ്. ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ചുവട് കട്ടിയുള്ള ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. അത് ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക, കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ ഇച്ചിരി കരിവേപ്പില ഇട്ട് കൊടുക്കുക. കരിവേപ്പില ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക. 2-3 ചെറിയൊരു കഷ്ണം ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഇളക്കുക. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് സവോള അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഞാനൊരു ചെറിയ കഷ്ണം സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞതിന് ശേഷം സവോള ഒന്ന് വാടുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സവോള ഒരുവിധം വാടിയിട്ടുണ്ട്. അതിലത്തോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഈ ഒരു വലിപ്പത്തിൽ വേണം കേട്ടോ ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിനി മസാലകൾ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല. നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മസാലകളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി മൂടി വെച്ചൊന്ന് വേവിക്കാം. നമുക്ക് ഇടയ്ക്കൊന്ന് എടുത്തൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഞാനിതിൽ ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ കിഴങ്ങിൻ്റെ രുചിയൊക്കെ അങ്ങ് മാറിപ്പോവും. നമുക്കിനി കുറച്ച് നേരം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നമുക്കിതൊന്ന് വെന്തോന്ന് നോക്കാം. നമ്മുടെ ഇപ്പോൾ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. മസാലകളിലൊക്കെ നന്നായിട്ട് പിടിച്ച് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇത് നമ്മുടെ തവിയും കൊണ്ട് ഉടയ്ക്കുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം, നല്ല സ്മൂത്തായിട്ട് ഉടഞ്ഞ് കിട്ടണം. അതാണ് ഇതിൻ്റെ ഒരു പരുവമെന്ന് പറയുന്നത്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് ഞാനിത് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.